ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒന്നരയാഴ്ച പിന്നിടുമ്പോൾ ഇസ്രായേലിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവരാൻ തുടങ്ങുകയാണ്. തുടക്കത്തിൽ ഔദ്യോഗികമായി പുറത്തുവന്ന വിവരങ്ങൾ വളരെ പരിമിതമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ ടാക്സ് അതോറിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ യുദ്ധത്തിൻ്റെ യഥാർത്ഥ ആഘാതം എന്താണ് എന്നത് വ്യക്തമാക്കുകയാണ്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാധാരണ ജനങ്ങളുടെ സ്വത്തുക്കൾക്കും ഗണ്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ 9115 നഷ്ടപരിഹാര ക്ലെയിമുകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ നേരിട്ട നാശനഷ്ടങ്ങളുടെ ഔദ്യോഗിക രേഖകളായാണ് ഈ ക്ലെയിമുകൾ കണക്കാക്കപ്പെടുന്നത്. ഈ ക്ലെയിമുകളിൽ ഏറ്റവും വലിയ വിഹിതം കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളാണ്. മൊത്തം 6586 ക്ലെയിമുകളാണ് കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളുടെ ആഘാതം പ്രധാനമായും താമസ കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമാണ് ബാധിച്ചിരിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഈ കണക്കുകൾ. വാഹനങ്ങൾക്കും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1485 വാഹനങ്ങൾ മിസൈൽ ആക്രമണങ്ങളാലോ അല്ലെങ്കിൽ അതിൻ്റെ ആഘാതങ്ങളാലോ കേടുപാടുകൾക്ക് ഇരയായതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നഗരങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ മിസൈൽ ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ തകർന്നതോ അല്ലെങ്കിൽ സമീപ കെട്ടിടങ്ങൾ തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് നശിച്ചതോ ആണ് പ്രധാന കാരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീടുകളിലെ ഉപകരണങ്ങൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയവയ്ക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ 1044 ക്ലെയിമുകളാണ് ഇതുവരെയായി ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കണക്കുകൾ പുറത്തു വന്നതോടെ യുദ്ധത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചില വ്യത്യാസങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന യുദ്ധവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഘട്ടത്തിൽ നേരിട്ടിട്ടുള്ള നാശനഷ്ടങ്ങളുടെ തോത് അത് കുറവാണ് എന്നതാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത്. കഴിഞ്ഞ വർഷം 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം മൊത്തം 53409 നഷ്ടപരിഹാര ക്ലെയിമുകളാണ് ലഭിച്ചിരുന്നത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ യുദ്ധത്തിൽ നാശനഷ്ടങ്ങളുടെ സാമ്പത്തിക മൂല്യം കുറവായിരിക്കുമെന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിന് പ്രധാന കാരണം ഇറാൻ ഉപയോഗിക്കുന്ന ആക്രമണ രീതിയിൽ വന്ന മാറ്റങ്ങളാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇറാൻ 1600ഓളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചിരുന്നു. അവയിൽ പലതും 100 കണക്കിന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ശക്തമായ മിസൈലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന സംഭവങ്ങൾ അന്ന് വ്യാപകമായിരുന്നു. എന്നാൽ ഇത്തവണ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളുടെ എണ്ണം 600-ൽ താഴെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ, അത് എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 20,000-ഓളം അലേർട്ടുകൾ മാത്രമായിരുന്നു മുഴങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് 42,000-ആയി ഉയർന്നിരിക്കുകയാണ്. അതായത് ആക്രമണ ഭീഷണി പലപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ നിലനിൽക്കുന്നത്. ഇസ്രായേൽ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ചെയർമാൻ ഇഗൽ ഗ്രോവിൻ പറയുന്നതനുസരിച്ച് ഇത്തവണ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകരുന്ന സംഭവങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇതിന് പ്രധാന കാരണം ഇറാൻ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ സ്വഭാവത്തിലാണ് മാറ്റമുണ്ടായിരിക്കുന്നത്. ഇത്തവണ ഇറാൻ ഉപയോഗിക്കുന്നത് ക്ലസ്റ്റർ മിസൈലുകളാണ് എന്നതാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് പല ഭാഗങ്ങളായി ചിതറിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം മിസൈലുകൾ വലിയ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുവാൻ സാധ്യത കുറവാണെങ്കിലും അതിൻ്റെ അപകട സാധ്യത അത് മറ്റൊരു രീതിയിലാണ് പ്രകടമാവുന്നത്. മിസൈൽ ചിതറുമ്പോൾ പുറത്തു തെറിക്കുന്ന ലോഹഭാഗങ്ങളും ചില്ലുകഷ്ണങ്ങളും മനുഷ്യജീവന് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. നിരവധി ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുവാനുള്ള സാധ്യത ഇതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമായി യഹൂദ് നഗരത്തിൽ നടന്ന സംഭവത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്നില്ലെങ്കിലും മിസൈൽ ചിതറിപ്പൊട്ടിയതിൻ്റെ ആഘാതത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. അതായത് കെട്ടിടനാശം കുറവായിരുന്നുവെങ്കിലും മനുഷ്യ ജീവിതത്തിന് വലിയ ഭീഷണിയാണ് ഇത്തരം ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്നത്. നഗരങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെൽ അവീവിലാണ്. ജനസാന്ദ്രത കൂടുതലുള്ള മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സ്വത്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായിരിക്കുന്നത്. താമസ മേഖലകളും വ്യാപാര കേന്ദ്രങ്ങളും അടുത്തതായി സ്ഥിതി ചെയ്യുന്ന നഗരമായതിനാൽ ചെറിയ ആക്രമണങ്ങൾ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നയിക്കാറുണ്ട്.
ഇതോടെ യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള ആഘാതം ഇസ്രായേൽ സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ശക്തമാവുകയാണ്. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇപ്പോഴും അന്തിമമായിട്ടില്ല. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ക്ലെയിമുകൾ വരാൻ സാധ്യതയുണ്ട് എന്നതാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ നേരിടുന്ന യഥാർത്ഥ നഷ്ടത്തിൻ്റെ വ്യാപ്തി അത് കൂടുതൽ വ്യക്തമാക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്.